നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാവിയിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നതാ, തൽക്കാലം ഉദ്ഘാടനത്തിനില്ല. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാതെ ഗോവിന്ദൻ പേടിച്ചോടിയതിൽ ട്രോൾ. കണ്ണൂരിലുണ്ടായിട്ടും പാർട്ടി സെക്രട്ടറി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ല. ഇത് കണ്ണൂർ CPM-ൽ അതൃപ്തി ഉണ്ടാക്കുന്നു. പോയിരുന്നുവെങ്കിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഗോവിന്ദനെ കുടഞ്ഞേനെ. അപ്പോൾ കനലൊരു തരി ടീമിന് പേടിയുണ്ടെന്നാണ് ട്രോള് വരുന്നത്. സ്മാരകത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ മുൻപ് മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയായിരുന്നു MV ഗോവിന്ദൻ. അതിത്ര ചർച്ചയാക്കേണ്ട കാര്യം എന്താണ്? അവർ രക്തസാക്ഷികളാണ്. മാധ്യമങ്ങൾ സ്മാരകം ചർച്ച പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല എന്നൊക്കെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു. എന്നാൽ സംഭവം കയറി അങ്ങ് ഉൾട്ടയായി. MV ഗോവിന്ദന് നേരെ വലിയ വിമർശനവും വന്നു. അതാണിപ്പോൾ നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയത്. കോടിയേരി തള്ളിപ്പറഞ്ഞവരെ ഗോവിന്ദൻ എന്തിന് ചേർത്ത് നിർത്തുന്നുവെന്ന ചോദ്യം വന്നു. കൊലയാളി പാർട്ടി എന്ന ആക്ഷേപം വന്നു. കൊലയാളികളെയും അക്രമികളെയും പിന്തുണയ്ക്കുന്ന പാർട്ടി സെക്രട്ടറി എന്നും വലിയ ആക്ഷേപം വന്നു. ഇതോടെ പണി വാളി എന്ന് MV ഗോവിന്ദന് മനസ്സിലായി. അതാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്യാതെ ഗോവിന്ദൻ മുങ്ങിയത്. പാർട്ടി സെക്രട്ടറി കസേരയിൽ മാത്രം ഇരിക്കാൻ കൊതിക്കുന്ന ആളല്ല ഗോവിന്ദൻ. മുഖ്യമന്ത്രി കസേര നോട്ടമിടുന്നുണ്ട്. അതുകൊണ്ട് മൂപ്പര് സ്വന്തം സേഫ് സോൺ നോക്കിയതാണ്. എന്നാൽ കണ്ണൂർ CPM-ൽ ഗോവിന്ദന് നേരെ മുറുമുറുപ്പ്. കലിയിളകി നിൽക്കുന്നത് P ജയരാജനാണ്. പാർട്ടി സെക്രട്ടറി അവസാന നിമിഷം കാലുവാരിയെന്ന് ജയരാജന്റെ ആരോപണം. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ ഏറെ ആദരവോടെയാണ് P ജയരാജൻ കാണുന്നത്. അവർ ജീവാർപ്പണം ചെയ്തു എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. സ്മാരകം ഉദ്ഘാടനം ചെയ്തിരിക്കുമെന്ന വെല്ലുവിളി വന്നതും ജയരാജനിൽ നിന്നാണ്. ഒടുവിൽ ഗോവിന്ദൻ മുങ്ങിയതിന്റെ നാണക്കേട് ചില്ലറയല്ല പാർട്ടിക്ക്. ആ കലിപ്പിലാണ് P ജയരാജൻ. പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലെല്ലാം MV ഗോവിന്ദന്റെ പേരായിരുന്നു വെച്ചിരുന്നത്. പരസ്യ ബോർഡുകളിലും മറ്റും MV ഗോവിന്ദന്റെ ചിത്രവും വെച്ചിരുന്നു. 2 ദിവസമായി കണ്ണൂർ ജില്ലയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. കണ്ണൂരിലുണ്ടായിട്ടും ഉദ്ഘാടകനായി നിശ്ചയിച്ചയാൾ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു. 2015-ൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച യുവാക്കൾക്ക് വേണ്ടിയുള്ള രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനമായിരുന്നു ചെറ്റക്കണ്ടിയിൽ നടന്നത്. ഇത് നേരത്തെ വിവാദമാകുകയും രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ച യുവാക്കളെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങിയതും പാർട്ടി പതാക പുതപ്പിച്ചതും അന്നത്തെ ജില്ലാ സെക്രട്ടറി P ജയരാജനായിരുന്നു. പിന്നീട് രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ അത് ഏറ്റെടുത്ത് പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഉദ്ഘാടന വിഷയം ചർച്ചയാക്കി മാറ്റിയ അവർ CPIM ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നാണ് ഉയർത്തിയ വിമർശനം. കഴിഞ്ഞ ദിവസം ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരക മന്ദിരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പ്രചാരണ ബോർഡുകളിലും ബാനറുകളിലും സ്മാരക മന്ദിരത്തിന്റെ ശിലാഫലകത്തിലും ഉണ്ടായിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മൂലം സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജനായിരുന്നു. എന്തായാലും ഇനി ഇതുപോലുള്ള പരിപാടികൾക്കൊന്നും MV ഗോവിന്ദനെ കിട്ടത്തില്ല. കാരണം മൂപ്പര് നിലപാട് പറയാതെ പറഞ്ഞു കഴിഞ്ഞു, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്ന്. പുലിവാല് പിടിക്കാൻ വയ്യ, അതാണ് കാരണം. പാർട്ടി സെക്രട്ടറി കസേരയിൽ മാത്രം ഇരിക്കാനായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും പോയേനെ. ഇനിയിപ്പോൾ കൊടിസുനി മരിച്ചാലും മൂപ്പര് കൊണ്ടുപോയി വെള്ള പുതപ്പിക്കുകയോ അല്ലെങ്കിൽ കോടി കൊടുക്കുകയോ അതുമല്ലെങ്കിൽ കൊടിസുനിയുടെ പേരിൽ ഒരു സ്മാരകം വരെ പണിത് ഉദ്ഘാടനവും നടത്തി കൊടുത്തേനെ. പക്ഷേ മുഖ്യമന്ത്രി കസേരയാണ് നോട്ടം. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇനി കിട്ടില്ല.